ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനാപൂർണ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് ടുഗദറാണ്, ഒരു ഫാമിലി ഗെറ്റ് ടുഗദറാണ് നമ്മുടെ 2025 ഇതെൻ്റെ അമ്മ വീട്ടുകാരാണ്. ഇവരൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോയിലൊക്കെ കണ്ട് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ മിനി ആൻറ്റിയും ജോർജ് അങ്കിളും യു കെയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഇതിൽ അതായിരുന്നു സ്പെഷ്യൽ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒന്ന് ഗെറ്റ് ടുഗദറൊക്കെ ആയി, ചെറിയൊരു ഗെറ്റ് ടുഗദർ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അസ്റ്റോറിയ ഏറ്റുമാനൂരിൽ ചെന്നു. എന്നിട്ട് അവിടെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, സന്തോഷിൻ്റെ ബിരിയാണി, അലക്സിൻ്റെ തവ ഫ്രൈ. ഇത് നമ്മൾ കാണുമ്പോഴേക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെനു ആയിരുന്നു അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കാണാൻ കുറച്ച് ഫണ്ണിയൊക്കെ ആണെങ്കിലും ഐ തിങ്ക് ദ ഫുഡ് വാസ് റിയലി ഗ്രേറ്റ്. ഫുഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു എൻട്രിയുടെ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറാൻ പോവുകയാണ്. ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു. സോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഭയങ്കര സന്തോഷത്തിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി നാളായല്ലോ നമ്മൾ ഗെറ്റ് ടുഗദറൊക്കെ വെച്ചിട്ട്. നമ്മൾ ഒത്തിരി ഗെറ്റ് ടുഗദറിൻ്റെ വീഡിയോ ഇവർ വെച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി യൂട്യൂബിൽ. യെസ്, ഒരു റീയൂണിയൻ അഗെയിൻ. ഞാൻ എന്തൊക്കെയാണ് ഇവിടെ കിടന്ന് കാണിക്കുന്നത് എനിക്ക് സ്വഭാവം. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ട് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷം കേട്ടോ. യെസ്, ചാച്ചനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒക്കെ ഞങ്ങളെല്ലാവരും പോവുകയാണ് അങ്ങോട്ട്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഞങ്ങൾ അപ്പോഴും ആ മെനുവിൽ തന്നെ ഇങ്ങനെ കണ്ണുടക്കിയിരിക്കുക കേട്ടോ. കാരണം എല്ലാവരും സന്തോഷിൻ്റെ ബിരിയാണിയാണ്, എന്തിൻ്റെ ബിരിയാണിയാണ് വേണ്ടത്, ആരുടെ ബിരിയാണിയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഞങ്ങൾ അങ്ങോട്ട് കയറി. ബാങ്ക്വറ്റ് ഹാളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അസ്റ്റോറിയ. അങ്ങനെ കരിമീൻ, പോൾ സ്പോട്ട്, സ്നേമീൻ, സീ ഫിഷ് എന്നൊക്കെ പറഞ്ഞ് കാളാഞ്ചി അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ എത്തി. മെയിൻ ആ ഒരു സ്പേസിൽ ഞങ്ങളവിടെ എത്തി. അപ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ തമാശകൾ ഇതുവരെ ഇങ്ങനെ തീർന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വാതോറാതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി വർത്താനം പറയാനുണ്ടായിരുന്നല്ലോ. സോ അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ ഇരുന്നു. അതിൽ എല്ലാവരും മെനു ഒക്കെ ഇങ്ങനെ ഫുഡ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എനിവേസ് ഫുള്ള് ഫണ്ണായിരുന്നു കേട്ടോ. വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ നല്ലൊരു വൈബൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഫുഡ് കഴിക്കുന്നതിനേക്കാളും മെയിൻ എന്ന് പറയുന്നത് വർത്താനം പറയലാണല്ലോ. സോ എല്ലാവരും വാസ് ഓക്കെ, ടൈം ഫോർ ടോക്കിംഗ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു. ആൻഡ് നല്ല ഒരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമായിരുന്നു അത്. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ് ടു സിറ്റ് ദെയർ. നല്ല രസമായിരുന്നു. ആൻഡ് ദെൻ നമ്മൾ ഇങ്ങനെ ഫുഡൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ചേട്ടൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ഫുഡെത്തി. ഇതിൻ്റെ അത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ ഇപ്പോഴും മറന്നു. ആക്ച്വലി ഞങ്ങൾ കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു. അവരുടെ സ്പെഷ്യൽ സാധനമാണ് അവിടുത്തെ. ഓൾസോ ദ വാസ് ചില്ലി ചിക്കൻ ഓഫ് കോഴ്സ്, ആൻഡ് ചിക്കൻ നൂഡിൽസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈഡ് റൈസ് മിക്സ്ഡ് ഫ്രൈഡ് റൈസും ചിക്കൻ നൂഡിൽസും, പിന്നെ ചില്ലി ചിക്കനും ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ചാച്ചരി ബിരിയാണി, അങ്ങനെ ഓരോ ആൾക്കാർക്കും അവർക്ക് ഇഷ്ടമുള്ള ഡിഷസ് ഓർഡർ ചെയ്യുകയായിരുന്നു. ആൻഡ് പറയാതിരിക്കാൻ പറ്റുന്നില്ല, ആ ചിക്കൻ 65 ചിക്കൻ 65 കേട്ടോ. അത് ഇറ്റ് വാസ് ഗ്രേറ്റ്. ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി അമേസിങ്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. നമുക്ക് വേണമെങ്കിൽ പറയാം, വേണമെങ്കിലല്ല ആണ്. ആൻഡ് ഫ്രൈഡ് റൈസും അടിപൊളിയായിരുന്നു. മിക്സ്ഡ് ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അത് കഴിക്കാൻ നല്ല രസമായിരുന്നു. ഹി എല്ലാം കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പരിപാടിയിലേക്ക് കിടന്ന ഫുഡ് കഴിക്കുക പരിപാടി. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആൻഡ് ഇത് ബിരിയാണിയാണ്. പിന്നെ അങ്ങനെയൊക്കെ കുറേ ഫുഡ് കാര്യങ്ങൾ ഒന്നും പറയത്തില്ല, എന്നാലും
Yes, everything was really nice. The ambience was great. The food was great. Everything was just absolutely wonderful, wonderful. And yes, ഇവരെല്ലാവരും പുഡിംഗ് ആണ് ഓർഡർ ചെയ്തത്, പൈനാപ്പിൾ പുഡിംഗ്. They said that it was great. ഞാൻ കുറച്ച് ട്രൈ ചെയ്തു, നല്ലതാണ്. Well, I'm not a big fan of pudding, so like any pudding, like in common, I'm not a big fan of pudding. So I was like, I should order chocolate ice cream, of course, right? സോ ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, യെസ്, ചോക്ലേറ്റ് ഐസ്ക്രീം വന്നു, ഞങ്ങൾ കഴിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടിപൊളി ഗെറ്റ് ടുഗദർ ആയിരുന്നു. ഞങ്ങളുടെ കസിൻസ് എല്ലാവരും ഗെറ്റ് ടുഗദർ, എല്ലാവരും ഭയങ്കര ഭയങ്കര സന്തോഷമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി റിയലി സാഡ് തിരിച്ചു പോകാൻ. ബട്ട് എനിവേസ് വി ആർ ടു. സോ ഞങ്ങളെല്ലാവരും നല്ല ഫുഡൊക്കെ കഴിച്ചു, സന്തോഷമൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു. So that's just about this video. Thanks for watching. Don't forget to subscribe. Bye.